ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, നമുക്കിന്നൊരു അടിപൊളി മുന്തിരി വൈൻ ഉണ്ടാക്കിയാലോ. 1 കിലോ മുന്തിരി ഉപയോഗിച്ചാണ് നമ്മളിന്ന് വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആദ്യം മുന്തിരി നന്നായിട്ട് വിനാഗിരി ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിടും. 1 കിലോ മുന്തിരിക്ക് നമ്മൾ 4 ലിറ്റർ തിളപ്പിച്ചാറിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. സോ ആദ്യം മുന്തിരി ഒരു 5 ഗ്ലാസ് വെള്ളവും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മുകളിലൊരു പത വരുന്നത് കാണാം. ആ പതയാണെങ്കിൽ പതുക്കെ സ്പൂൺ വെച്ച് മാറ്റി കളയണം. പത എന്ന് പറയുന്നത് ഈ മുന്തിരിയിലെ ബാക്കിയുള്ള അഴുക്കുകളൊക്കെയാണ്. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ച് ആ ചൂടോടെ തന്നെ നമുക്ക് ഒരു 1.5 കിലോ പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ആ ചൂടുള്ളപ്പം പഞ്ചസാര പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് ചേർന്നോളൂ. അപ്പോൾ 1 കിലോ മുന്തിരിക്ക് 1.5 കിലോ പഞ്ചസാരയാണ് ഇവിടെ എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊരു ഭരണിക്കകത്തോട്ട് മാറ്റണം. അതിനുശേഷം ഇതിലേക്ക് തിളപ്പിച്ചാറിച്ച വെള്ളം ചേർക്കണം. 1 കിലോ മുന്തിരിക്ക് 4 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. ഓൾറെഡി നമ്മളിതിലേക്ക് 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 ഏലയ്ക്ക, ഒരു 5-6 ഗ്രാമ്പു, 2 കറുവാപ്പട്ട, ഒരു 2 തക്കോലം, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കണം. പിന്നെ ഒരു മുട്ടയുടെ വെള്ള അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ഭരണിയുടെ അടപ്പ് അടച്ച് അതിന് മുകളിലൊരു വെള്ള തുണി ഇട്ട് മൂടി അതൊന്ന് നന്നായിട്ട് കെട്ടി വയ്ക്കണം. ഭരണി നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കണം. ഈ ഭരണി കെട്ടി വെച്ചതിന് ശേഷം എല്ലാ ദിവസവും 21 ദിവസവും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നമ്മളിതെടുത്ത് തുറന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ടോക്സിക് ഗ്യാസസ് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഗ്യാസസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും എടുത്തൊന്ന് ഇളക്കി വെക്കുന്നത്. അപ്പോൾ 21 ദിവസവും നമ്മളിന്ന് ഇളക്കി നന്നായിട്ട് വയ്ക്കണം. 21 ദിവസത്തിന് ശേഷം നമ്മളിതെടുത്ത് നന്നായിട്ട് അരിച്ചെടുത്ത് ആ മുന്തിരിയുടെ തൊലി കുരു എല്ലാം എടുത്ത് അരിച്ച് മാറ്റി അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം. അതിനുശേഷം അതിനകത്തോട്ട് 1 കപ്പ് പഞ്ചസാര കരിച്ച് ചേർക്കണം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇതിന് കരിച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുണ്ട്, ഒരു ബ്രൗൺ കളറായില്ലേ. നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇച്ചിരി ലൂസാക്കി എടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര കട്ടിയായിപ്പോവും. അപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു കറുപ്പ് കളർ എത്തും. ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന വൈനിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൈൻ റെഡി.